സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ സെഞ്ചുറി നേടുന്നതിന് തൊട്ട് മുന്നേ തലേന്ന് വരെ സഞ്ജുവിന്റെ കരിയർ തന്നെ അസ്തമിച്ചു എന്നുള്ള രീതിയിലുള്ള ടോക്കുകളാണ് സോഷ്യൽ മീഡിയ അടക്കം വന്നത്. ഒന്നുകിൽ സെഞ്ചുറി അല്ലെങ്കിൽ ഡക്ക്, ഒന്നിലേക്ക് അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം, ഒറ്റ മൈൻഡാണ്. സഞ്ജു സാംസന്റെ ഫോമിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ സഞ്ജു സാംസന്റെ നിഷേധിക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു താരങ്ങളും അല്ലെങ്കിൽ ഒരു പ്ലെയറും നിരന്തരമായിട്ടുള്ള അവസരം ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ ഈ ഒരു സാധനം പറയുമ്പോഴാണ് മറ്റേ സൂര്യകുമാറും ഗംഭീറും വന്നപ്പോൾ യുവതാരങ്ങൾ സഞ്ജു സാംസന്റെ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഡക്ക് സെഞ്ചുറികൾക്ക് ഇടയ്ക്ക് ഒരുപാട് ഡക്കുകളും ഉണ്ട്. അത് ആ ഒരു രീതിയിലുള്ള പ്ലെയറെ തുടർച്ചയായിട്ട് അവസരം കൊടുത്ത് ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു പ്രോത്സാഹനം തന്നെയാണ് ടീമിന്റെ ഭാഗത്ത് നിന്ന്. പ്രത്യേകിച്ച് ഇവരുടെ ഒരു സാഗ അവസാനിക്കുമ്പോൾ നമുക്ക് പറഞ്ഞ് തുടങ്ങേണ്ടത് ശരിക്കും സഞ്ജു സാംസൺ, ഒരു മലയാളികൾ എന്നുള്ള രീതിയിൽ തന്നെ സഞ്ജു സാംസൺ എന്നുള്ള പേര് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. ഫോം ഔട്ടിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നത് ആരാണ്? സ്ഥിരതയില്ലായ്മ. പക്ഷെ ഇതിന്റെ എല്ലാത്തിനുള്ള ഒരു മറുപടി ആയിരുന്നു 2024 സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം. T20 ക്രിക്കറ്റിൽ, ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ബാറ്റ്സ്മാൻ ആണ് 2024 സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ സെഞ്ചുറി നേടുന്നതിന് തൊട്ട് മുന്നേ തലേന്ന് വരെ സഞ്ജുവിന്റെ കരിയർ തന്നെ അസ്തമിച്ചു എന്നുള്ള രീതിയിലുള്ള ടോക്കുകളാണ് സോഷ്യൽ മീഡിയ അടക്കം വന്നത്. അതിനെല്ലാം സഞ്ജു ഏകദേശം ഇന്ത്യൻ നിന്ന് പുറത്തായി എന്നുള്ള രീതിയിൽ വരെ മാധ്യമങ്ങളിൽ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്ന സമയത്താണ് സഞ്ജുവിന്റെ സെഞ്ചുറി, അസാധ്യമായിട്ടുള്ള സെഞ്ചുറി. അതും 47 പന്തുകളിൽ നിന്നാണ് സെഞ്ചുറി വരുന്നത്. ബംഗ്ലാ താരത്തെ ഒരു ഓവറിൽ 5 6 ഒക്കെ പുറത്തു. അത് കണ്ടിരിക്കേണ്ട ഇന്നിങ്സ് ആയിരുന്നു. വല്ലാതെ. അതെ, അത് അവിടെ നിന്നുള്ളതാണ് തുടക്കം. ബംഗ്ലാദേശിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിൽ എത്തുമ്പോൾ ആ ഒരു ഫോം വീണ്ടും തുടരുന്നു. വീണ്ടും സെഞ്ചുറി അടിക്കുന്നു, അടുപ്പിച്ച് സെഞ്ചുറി അടിക്കുന്ന 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ T20 ഇന്ത്യൻ ബാറ്റ്സ്മാൻ എന്നുള്ളൊരു പദവി കിട്ടുന്നു. പിന്നെ അതിനുശേഷം വല്ലാത്തൊരു താഴപ്പൊക്കായിരുന്നു 2 ഡക്ക്, പിന്നെ വീണ്ടും സെഞ്ചുറി. അതൊക്കെ ഒരു മൈൽ സ്റ്റോൺ ആണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാലല്ലേ. ഒന്നുകിൽ സെഞ്ചുറി അല്ലെങ്കിൽ ഡക്ക്, ഒന്നിലേക്ക് അങ്ങേയറ്റം അല്ലെങ്കിൽ ഇങ്ങേയറ്റം, ഒറ്റ മൈൻഡാണ്. സഞ്ജുവിന്റെ ഷോട്ട് സെലക്ഷനെ കുറിച്ചും സ്ഥിരതയില്ലായ്മയെ കുറിച്ചും ഭയങ്കര രീതിയിൽ ചർച്ചകൾ വന്നിരുന്നു. പക്ഷെ പുള്ളി ഒന്നുകിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും ഒരു പുതുമയായിട്ട് പറയുന്നത് ഗംഭീർ വന്നതിന് ശേഷം പറഞ്ഞൊരു കാര്യം, സീനിയർ താരങ്ങളാണെങ്കിൽ പോലും ഈ ഇടവേളകൾ ഇല്ലാതെ കളിക്കുക എന്നുള്ളതാണ്. അത് മാച്ച് ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു താരത്തെ ഫിറ്റ്നസും എല്ലാ കാര്യങ്ങളും പ്രാപ്തനാക്കി നിർത്താൻ പറ്റുന്ന ഒരു കാര്യം ഈ പറഞ്ഞ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ കഴിഞ്ഞ സീസണിലാണെങ്കിലും ഇപ്പോൾ ഈശാൻ കിഷൻ പോലെയുള്ള താരങ്ങൾ IPL കളിക്കാൻ വരുന്നത് ഡൊമസ്റ്റിക് മത്സരങ്ങളൊന്നും കളിക്കാൻ. അപ്പൊ അത് തന്നെ വലിയൊരു വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. BCCIയുടെ കോൺട്രാക്ടിന് പുള്ളി പുറത്താവുകയും ചെയ്തു. അതിന് ഈ ഒരു കാരണം കൊണ്ടാവാം എന്നുള്ളൊരു സംഗതി കൂടി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ സമയത്താണ് ഗംഭീറിന്റെ ഈ ഒരു തീരുമാനം വരുന്നത്. എല്ലാ ഫോർമാറ്റും കളിക്കണം, എല്ലാ ഡൊമസ്റ്റിക്കിലും പങ്കെടുക്കണം, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. പൃഥ്വി ഷാ പോലുള്ള താരങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ ഫിറ്റ്നസിന്റെ പേരിലാണ്. രോഗത്തിനെ കുറിച്ചും ഈവൻ നമ്മളെ നായകനായ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസിനെ കുറിച്ച് ആളുകൾ സംശയമുണ്ട്. ഫോം ഔട്ടും അതിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു മാറ്റമാണല്ലോ ശരിക്കും പറഞ്ഞാല് ഈ ഗംഭീർ കൊണ്ടുവന്ന ഈ ഒരു സംഗതിയിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. സഞ്ജുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു ബൂസ്റ്റ് എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് ഗംഭീർ, പിന്നെ സൂര്യ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ ഒരു പിന്തുണ. സഞ്ജു സാംസന്റെ ഫോമിന്റെ കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ സഞ്ജു സാംസന്റെ നിഷേധിക്കപ്പെട്ട അവസരങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു താരങ്ങളും അല്ലെങ്കിൽ ഒരു പ്ലെയറും നിരന്തരമായിട്ടുള്ള അവസരം ലഭിച്ചില്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതെ, സഞ്ജു സാംസൺ എന്നുള്ള പ്ലെയർ IPL ഒരുപാട് തെളിയിച്ച പൊട്ടൻഷ്യൽ താരമാണ്. അവസരങ്ങൾ കിട്ടിയാൽ അദ്ദേഹം ഉയർന്നു വരും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് അവസാനത്തെ 2-3 സീസണുകൾ എടുത്തു വയ്ക്കാൻ രാജസ്ഥാന്റെ ഈ പ്ലേ ഓഫിലെയും ഫൈനലിൽ വരെ എത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു ചാലശക്തി എന്ന് പറയുന്നത് ശരിക്കും സഞ്ജു സാംസൺ തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ 2024 IPL സഞ്ജുവിന്റെ സ്ട്രൈക്ക് റേറ്റ് 150-ന് മുകളിലാണ്, ആവറേജ് 48 ആണ്. അപ്പോൾ ആസ് എ ക്യാപ്റ്റൻ, ആസ് എ പ്ലെയർ, ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് സഞ്ജു സാംസൺ തെളിയിച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ പല ചർച്ചകളിലും സഞ്ജു സാംസൺ ഇനി അടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ആകുമോ എന്നുള്ള ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. പക്ഷെ സഞ്ജുവിനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ടീമിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സൂര്യ ഒരു യങ് ക്യാപ്റ്റനാണ്. ആ ഒരു അവസരത്തിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആയില്ലെങ്കിലും ഇന്ത്യൻ ടീമിൽ
പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ അത് വലിയൊരു കാര്യമായിരിക്കും. നേരത്തെ നടന്ന പോലത്തെ എന്താ പറയുക അവസര നിഷേധം എന്ന് പറയുന്ന ഈ പരിപാടി വീണ്ടും വരാതിരുന്നാൽ ചിലപ്പോൾ വീണ്ടും വലിയ 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 നല്ലൊരു പൊസിഷനിലേക്ക് ഇന്ത്യൻ ടീമിലെ വളരെ കീ പ്ലെയർ ആയിട്ടുള്ള ഒരു സംഗതിയിലേക്ക്. കാരണം സഞ്ജു ഇപ്പോൾ ഓപ്പണാണ് ചെയ്യുന്നത് ആൻഡ് രോഹിത് ശർമ്മയുടെ പൊസിഷനാണ്. സഞ്ജുവിന് ഏത് പൊസിഷനിലും ബാറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓപ്പണിംഗ് മുതൽ ടൈലൻഡ് വരെ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന താരമാണ്. അതെ അതെ. പക്ഷെ ന്യൂ ബോളിൽ പുള്ളിക്കുള്ള ഒരു അഗ്രസീവ്നെസ് ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഓരോ ബൗളറിനെയും പുള്ളി ന്യൂ ബോളിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ അത് പുള്ളിയുടെ ഇന്നിങ്സുകൾ എടുത്ത് നോക്കി പറഞ്ഞാൽ അവസാനം വരെ ബാറ്റ് ചെയ്യുന്ന പല ഇന്നിങ്സുകളുണ്ട്. അപ്പൊ അതിൽ ന്യൂ ബോളിൽ ഭയങ്കര അഗ്രസീവായിട്ടും മിഡിൽ ഓവേഴ്സിൽ കുറച്ച് ശാന്തമായിട്ടും സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും പിന്നെ അത് എന്താ പറയുക ഒരു ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ടെക്നിക്കാണ് പുള്ളി ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവസാനത്തെ ബംഗ്ലാദേശിനുള്ള പരമ്പരയിലും ദക്ഷിണാഫ്രിക്ക എതിരെയുള്ള മാച്ചുകളും എടുത്തു നോക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ ഇന്നിങ്സിൽ ഭയങ്കര ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്, അഗ്രസീവ്നെസ് വന്നിട്ടുണ്ട്. അവിടെയാണ് ഗംഭീറിന്റെ ഒരു സ്വാധീനം തോന്നുന്നത്. അതെ, സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റൻ കൊടുക്കുന്ന ഒരു കോൺഫിഡൻസും വലുതായിട്ട് തോന്നി. പിന്നെ സഞ്ജു വൈകാതെ തന്നെ ടെസ്റ്റ് ടീമിലും ഏകദിന ടീമിലും സ്ഥിരമാവട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു തലമുറ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ടീമിലും സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നറുക്ക് വീഴാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ. അതോടൊപ്പം തന്നെ ഗംഭീറിന്റെ പോളിസി സഞ്ജുവും തുടരണം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ സഞ്ജു ഇനിയും കൂടുതൽ അവസരങ്ങൾ കളിക്കാൻ സമയം കണ്ടെത്തുകയും കൂടുതൽ മികച്ച ഇന്നിങ്സുകൾ അവിടെ കാഴ്ചവെക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിലും അതിന്റെ ഒരു സാന്നിധ്യം തെളിയിക്കുന്നു. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കിട്ടുന്ന ആ ഒരു എക്സ്പോഷർ റെഡ് ബോളും കൂടെ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയട്ടെ. അതെ, നമ്മുടെ പയ്യനല്ലേ. അതെ.